ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പം നമ്മുടെ സോഷ്യലി നോക്കുമ്പോഴും മാർക്കോ പോലത്തെ വയലൻസ് സിനിമയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രോൾസും പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതും ബാലയായിട്ട് കണക്ട് ചെയ്ത് പറയണോ? എങ്ങനെയായാലും അതായത് ഇപ്പം മാർക്കോ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ബാല വയലൻസ് കാണിക്കുന്നുണ്ട്. ബാല ഈ കാണിച്ച വയലൻസ് ഒക്കെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാർക്കോ സിനിമ മാത്രമല്ല ഇവർ വയലൻസിന് കാരണമായിട്ട് കാണുന്നത്. മേജർ റീസണായിട്ട് പലരും പറയുന്നത് MDMA പോലത്തെ ഡ്രഗ്സ്, സിന്തറ്റിക് ഡ്രഗ്സിന് ഇൻഫ്ലുവൻസ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാർക്കോ ഇറങ്ങുന്നതിന് മുമ്പ് ബാല വയലൻ്റ് ആണെങ്കിൽ ബാല ചിലപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളായിരിക്കണം. മനസ്സിലായോ? അപ്പോൾ രണ്ടിലേത് വേണം എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ ഇത്ര വയലൻ്റായിട്ട് ഇടപെടുന്നത് അല്ലെങ്കിൽ വയലൻ്റായിട്ട് ബിഹേവ് ചെയ്യുന്നത് സിനിമ കണ്ടിട്ടല്ല. അപ്പോൾ തീർച്ചയായിട്ടും മറ്റേതാകാൻ സാധ്യതയില്ലേ എന്നൊക്കെ വേണേൽ ചോദിക്കാം. അല്ലാതെ പിന്നെ സിനിമ മാർക്കോയെ പറ്റിയൊക്കെ വേണമെങ്കിൽ വേറെ രീതിയിൽ പിന്നീട് പറയാം. അത് മാത്രം ഒരു ടോപ്പിക് ആക്കാം. ഇപ്പോഴത്തെ 2K കിഡ്സ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ്റെ കുട്ടികളെ ലഹരി അല്ലെങ്കിൽ വേറെ കാര്യം പറയാം. ഇത് കട്ട് ചെയ്തോ. അതായത് ഇപ്പോൾ മാർക്കോ സിനിമ കാണുമ്പോൾ അതിനകത്ത് വയലൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇപ്പം നായക കഥാപാത്രം എന്ന് പറയുന്ന ഉണ്ണി മുകുന്ദൻ കുടുംബക്കാരൊക്കെ കൊല്ലുമ്പോൾ ഇറങ്ങി വന്ന് കാണിക്കുന്ന വയലൻസ് ഉണ്ട്. അതുകൂടാതെ അതിനകത്ത് വില്ലന്മാർ കാണിക്കുന്നൊരു വയലൻസ് ഉണ്ട്. അതിനകത്ത് ബാല എപ്പോഴും വില്ലൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ വില്ലൻ എന്ന് പറയുന്ന ഒരാൾ ഇത്രയും വയലൻസ് ഒക്കെ കാണിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. പക്ഷെ ഇവിടെ നായകനില്ല. മനസ്സിലായില്ലേ? തിരിച്ച് ഇത്രയും വയലൻ്റ് ആയിട്ടൊരു നായകൻ ഇവിടെ ഇല്ലെന്നുള്ളതാണ് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു നായകനുണ്ട്, ചിലപ്പോൾ ആ നായകനെ ഗ്ലോറിഫൈ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. വേറെ ഒരാളെ അത് ക്രൂരമായി മർദ്ദിച്ച് കൊന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ അങ്ങനെയല്ലല്ലോ നമ്മളിവിടെ മറ്റുള്ളവർ ഇവിടെ സാധാരണഗതി ജീവിക്കുന്നത്. അപ്പം മാർക്കോ കണ്ടു കഴിഞ്ഞിട്ട് ഒരു നായകനൊന്നും ഉണ്ടാവുന്നില്ല ഇവിടെ. ഈ വില്ലനെ കൊല്ലാനും തല്ലാനും ഒന്നും, അല്ലെ വീട്ടിൽ കയറി തോക്കുമായിട്ട് പോകാനോ കത്തിയായിട്ട് ചെല്ലാനോ ഇങ്ങനത്തെ നായകന്മാരൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകത്തുമില്ല. അങ്ങനെ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല സിനിമയ്ക്കൊന്നും, അങ്ങനത്തെ ഇൻഫ്ലുവൻസ് ഒന്നും. പിന്നെ സിനിമ കണ്ട് മണ്ടനാകുന്ന ഒരാളുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് ബാലയാണോ എന്നുള്ളതാണ്. സിനിമ ഇൻഫ്ലുവൻസ് ചെയ്ത് വയലൻസ് ആകുന്ന നേരത്തെ വയലൻ മൂവീസ് ഉണ്ടല്ലോ, അതുമാവാം. അത് ഏത് സിനിമയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പണ്ട് പല ക്രൈമുകൾക്കും ദൃശ്യമാണ് ഒരു മോഡല്, ഇപ്പൊ അത് മാർക്കോയിലോട്ട് മാറി അങ്ങനെയൊക്കെയാണല്ലോ. ദൃശ്യം എന്നൊക്കെ പറയുന്നതിനൊക്കെ മുന്നേ അതിനൊക്കെ ഭീകര ക്രൈമുകളൊക്കെ നമുക്കറിയാലോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെല്ലാം ക്രൈംസ് ഉണ്ട് ഈ ദൃശ്യത്തിനും ഇതിനൊക്കെ മുമ്പ്. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഏതൊരു കൊലപാതകത്തിനും എന്തെങ്കിലുമൊക്കെ സിമിലാരിറ്റീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ സീരിയൽ കില്ലേഴ്സൊക്കെ ഉണ്ടാകുന്നല്ലോ പണ്ട്, റിപ്പർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ. അതിന് മുമ്പ് ജോളിയുണ്ട്. ഇവരൊക്കെ ഏത് സിനിമ കൊണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഇത്രയും വലിയ ക്രൈമൊക്കെ ചെയ്ത്. ഈ ഗ്രീഷ്മ കഷായം കലക്കി കൊടുത്തത് അതൊക്കെ എന്തെങ്കിലും സിനിമ കണ്ടിട്ടാണോ? അങ്ങനെ സിനിമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇത് കാണുമ്പോൾ തീരെ ബോധമില്ലാത്ത അറിവില്ലാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആണോ എന്ന് സംശയിക്കും. അത്രേ ഉള്ളൂ. ഇപ്പോൾ പൊതുവെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ലഹരിക്ക് അടിമയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഈ അടുത്ത് കേൾക്കുന്ന ന്യൂസൊക്കെ ചെറിയ പിള്ളേർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ കുഞ്ഞു പിള്ളേരുടെയാണ് ന്യൂസ് കാണുന്നത്. അപ്പോൾ അവർ ലഹരിക്ക് അടിമയായിട്ടും അല്ലാതെ ഇങ്ങനത്തെ കുറേ വയലൻസിലോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതിപ്പോൾ വയലൻസിലേക്ക് കുട്ടികൾ ഇപ്പോൾ പോകുന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായിട്ടും ഇത് ഡ്രഗ്സിനെ കണ്ടൊക്കെടുത്ത് വെച്ചാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമോ അല്ലെങ്കിൽ ഇതിൻ്റെ കറക്റ്റായ കാരണമോ കണ്ടെത്തുന്നില്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഈ ലഹരി ഇന്ത്യ മാത്രമുള്ള ലഹരി ഒന്നുമല്ല, ലോകമെമ്പാടുമുണ്ട്. അതിനങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് തന്നെ വെച്ചു. പക്ഷേ ഒരു നാട് മുഴുവനും ഇങ്ങനെ ആകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് എന്ത് പറയാൻ പറ്റും? ഇപ്പം ഈ ഡ്രഗ്സൊക്കെ ഈ രാജ്യത്ത് മാത്രമല്ല, ഈ കേരളത്തിൽ മാത്രമല്ല കിട്ടുന്നത്. ലോകത്ത് എല്ലായിടത്തും കിട്ടുന്ന ഡ്രഗ്സൊക്കെ ഈ MDMA ഒക്കെ കേരളത്തിൽ വന്നത് തന്നെ ലേറ്റായിട്ടാണ്. മനസ്സിലായി? ആദ്യം കൂടി വന്നവരെ 7 വർഷമൊക്കെ ആയിട്ടുള്ളൂ ഈ ഡ്രഗ്സൊക്കെ ഇവിടെ എത്രയും സുലഭമായിട്ട് കിട്ടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ശരിയാണ്, ഡ്രഗ്സിൻ്റെ പ്രശ്നമുണ്ട്. ഡ്രഗ്സിന് ഉറപ്പായിട്ടും ഈ ഡ്രഗ്സൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തുടരെ അടിച്ചു കഴിഞ്ഞാൽ കട്ടായി പോകും ആൾക്കാർ. റിയാലിറ്റി എന്നൊക്കെ ബന്ധം വിട്ടുപോകും. ആ സ്ഥലത്ത് ക്രൈംസ് ഉണ്ടാകാൻ 100% സാധ്യതയുണ്ട്. കാരണങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഈ ഡ്രഗ്സിൻ്റെ പ്രത്യേകത, ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കിളി പോകുന്നു, അല്ലെങ്കിൽ ഈ ബ്രെയിൻ സെൽസും എല്ലാം അടിച്ചു പോയിട്ട് ഇവർക്ക് നോർമലായിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല, അഗ്രഷൻ കൂടും, ആങ്കർ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യമൊക്കെ രസമായിട്ട് യൂസ് ചെയ്യും, ചില്ലാണ്, വൈബാണെന്നൊക്കെ പറഞ്ഞ് നടക്കും. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഈ സാധനം റിയാലിറ്റിയിൽ നിന്ന് ഇവർ വിട്ടുപോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത് കിട്ടാതാകുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് വയലൻ്റ് ആവും. അപ്പോൾ അതൊരു കാരണമാണ്
വയലൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പം മദ്യം കാരണമാണ് ഒരു കാലത്ത് വലിയ പ്രശ്നം. മദ്യം വിഷമാണ്, മദ്യം കുടുംബം നശിപ്പിക്കുന്നു, ചാരായം കുടിക്കരുതേ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ ഉണ്ട്, യൂട്യൂബ് ഒക്കെ പഴയ പാട്ടാണ്. അപ്പം അന്നൊക്കെ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ മദ്യമാണ്. മദ്യം വെറും ഇങ്ങനത്തെ വില്ലൻ മാത്രമല്ല, മദ്യം ദുരന്തമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേ ആൾക്കാരുടെ കണ്ണടിച്ചു പോയി മരിച്ചു പോയി എന്നൊക്കെ പറയുന്ന പോലത്തെ ടൈപ്പ് ദുരന്തമൊക്കെ ഉണ്ടായ സാധനമായി മദ്യം. ഇപ്പോൾ മദ്യം ഒരു പാവമാണ്, മദ്യം വളരെ ഡീസൻ്റാണ്. അന്ന് മദ്യം വളരെ മോശക്കാരനാണ്. ഇപ്പോൾ കുറച്ചാളുടെ കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് ആദ്യം ഇപ്പോൾ തെങ്ങുകളിൽ കുടിച്ചിട്ടാണ് പ്രശ്നമെന്ന് പറയും. പിന്നെ പറയും വിദേശ മദ്യം അല്ലെ ചാരായം കുടിച്ചപ്പോഴാണ് പ്രശ്നം. വിദേശ മദ്യം അപ്പോഴും ചെറുതായിട്ടൊക്കെ നീറ്റും ഡീസൻ്റായിട്ടൊക്കെ ഇരുന്നു. അത് കുടിക്കുന്ന ഒരു റോഡിൽ കിടന്നാലും കുഴപ്പമില്ല, ഭാര്യയെ തല്ലിയാലും കുഴപ്പമില്ല. അപ്പോൾ മദ്യപാനത്തിനെതിരെ എന്തെല്ലാം ക്യാമ്പയിൻ, മദ്യവിരുദ്ധ റാലി, അത് ഈ രാഷ്ട്രീയക്കാരും ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണ് ഇതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാത്തവർക്കൊക്കെ വേറെ പല കാരണങ്ങൾ കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഒരു സൈക്കാട്രിക് ഇതിൽ കൂടെ കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഈ മദ്യപിക്കുന്നത് ഓവറാകുന്നത് പോലും എന്തോ മാനസിക പ്രശ്നമുള്ളവരാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അതുപോലെ തന്നെ ഇത്തിരി ഡ്രഗ്സ് കാണുമ്പോൾ ഉടനെ ഇങ്ങനെ വാരിക്കോരിട്ടടിക്കാനും മാത്രം അറിവില്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ടാകുന്നതിനകത്തും കുഴപ്പമുണ്ട്. ഇപ്പോൾ അമേരിക്കയിലുണ്ടോ എന്ന് ചോദിച്ചാൽ അമേരിക്കയിലും കാണുന്നത് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അവിടെ ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കത്തില്ല. കാരണം അവിടുത്തെ കുട്ടികൾക്ക് കുറച്ച് ഇവിടുത്തെ കുട്ടികളെക്കാൾ ബോധം ഉണ്ടാവും. അവർക്ക് റെസ്പോൺസിബിൾ ഡ്രിങ്കർ എന്നൊക്കെ പറഞ്ഞ പോലെ റെസ്പോൺസിബിളായിട്ട് യൂസ് ചെയ്യുന്നവരും കാണും. ഇതടിച്ച് എല്ലാവരും ഒന്നും വയലൻ്റ് ആകത്തൊന്നുമില്ല, മനസ്സിലായി? ഏത് സാധനമാണല്ലോ. ഇനി ഇതിലും വലിയ ഡ്രഗ് വന്ന് ഇനി വയലൻ്റ് ആക്കാൻ പറ്റുന്ന ഡ്രഗ്സ് കാണും. പക്ഷെ അത് ഒരിക്കലും ഉണ്ടല്ലോ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും ഈ ഡ്രഗ് ഒരു പ്രോഡക്റ്റാണ്, അതൊരു ബിസിനസ്സാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ബിസിനസ്സിനകത്ത് ഒരാൾ ഇത് കഴിക്കുമ്പോൾ തന്നെ അയാൾ വയലൻ്റായി ആൾക്കാരെ കൊല്ലുന്ന ഒരു സാധനം പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് വരുവാണെങ്കിൽ അതിന് വലിയ അധികം നാൾ ഈ വൈറസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ഒരു വൈറസ് ഒരു ഹോസ്റ്റിലേക്ക് പ്രവേശിക്കുന്നു, ആ ഹോസ്റ്റിനെ അപ്പം തന്നെ കൊന്നു കഴിഞ്ഞാൽ ഈ നിപ്പയും നമ്മുടെ കൊറോണ വൈറസും തമ്മിലുള്ളൊരു വ്യത്യാസം പോലെ ആ ഹോസ്റ്റ് പെട്ടെന്ന് മരിച്ചു പോയാൽ പിന്നെ അതിനടുത്തടുത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ വ്യാപിക്കാനോ വൈറസിനെ ജീവിച്ചിരിക്കാനും പറ്റത്തില്ല, മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്രഗ്സ് അങ്ങ് ഡിസൈൻ ചെയ്തിട്ടൊന്നും ആരും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ ഈ ഇതുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഡയറക്റ്റ്ലി ഫസ്റ്റിൽ ഒരു അടി അടിച്ചു അല്ലെ ഒരു കുറച്ച് ദിവസം അടിക്കുമ്പോൾ തന്നെ തന്തേന്നുള്ളതും കൊല്ലുന്ന ഒരു സാധനമാണെങ്കിൽ ഇതിന് ഇത്രയും വരത്തില്ല. അതപ്പം തന്നെ നിന്നു പോവും, അതിൻ്റെ എന്തുകൊണ്ട് കച്ചവടം നിൽക്കും, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ആരും ഉപയോഗിക്കാണ്ടാവും. പക്ഷെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അതല്ല ഉള്ളത്. ഇത് ഇത്രയും രോഗം മുഴുവൻ ഇത് വരുന്നത് ഇത് റിക്രിയേഷണൽ ഡ്രഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പലർക്കും പല ഉത്തേജനം ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ കുറേ കഴിഞ്ഞിട്ട് അത് ഓവറായിട്ട് യൂസ് ചെയ്തും അല്ലെങ്കിൽ ഇതിനെ ഡ്രഗ് അബ്യൂസ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ അബ്യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രശ്നമുണ്ട്. അപ്പോൾ ആ അബ്യൂസ് ചെയ്യാൻ ഒരാൾക്ക് പറ്റണം. അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കഞ്ചാവൊക്കെ വലിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പല സാധനങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട്, പല നാട്ടിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഞാനിത് യൂസ് ചെയ്യത്തില്ല പിന്നീടൊന്നും. ഇതൊക്കെ അറിയാനുള്ളൊരു സാധനമുണ്ട്. പിന്നെ ഒരു സമയത്ത് അങ്ങനത്തെ സാധനങ്ങൾ കൈ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഞാനിങ്ങനെ യൂസ് ചെയ്തിട്ടേ ഇല്ല. എനിക്കതിന് ആവശ്യം വന്നിട്ടില്ല, അല്ല എനിക്ക് പറ്റത്തില്ല, എനിക്ക് പരിചയമുള്ള ആരുമില്ല. ഇതൊക്കെ ഒന്നും അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ എന്നെ കയറി അമ്മയെ കൊല്ലാനോ അല്ല അവരോട് മോശമായിട്ട് ഇടപെടുവോ വീട്ടിൽ ചെന്ന് നിലമുണ്ടാക്കുകയോ ഒന്നും ആരും ചെയ്യുന്നില്ല. ഇപ്പോൾ കള്ളു കുടിച്ചാൽ റോഡിലും കിടക്കാം, വളരെ ഡീസൻ്റായിട്ട് വീട്ടിലും ഇരിക്കാം, പല മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യും. പക്ഷേ കണ്ടിട്ടില്ല ആൾക്കാർ റോഡിൽ കിടക്കുന്നത്. അവരുടെ കയ്യിലാണ് MDMA ഇടുന്നെങ്കിൽ അവരതടിച്ചിട്ട് ചിലപ്പോൾ ഇതേപോലെ വയലൻ്റ് ആവും. പിന്നെ അടിക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നൊരു വയലൻസ് ഉണ്ടാക്കാൻ അഗ്രഷൻ കൂട്ടാൻ ഏറ്റവും നല്ല മദ്യമാണ്. ഒരു ധൈര്യക്കുറവുണ്ടെങ്കിൽ ആൾക്കാർ മദ്യം അടിച്ചിട്ടൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ മദ്യത്തിൻ്റെ അത്രയും ഡേഞ്ചറായതും രണ്ടിൻ്റെ സിവിയറിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്, മദ്യം കുറേ വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇത് ചിലപ്പോൾ ഒരു വർഷമൊക്കെ തുടരെയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് പരിപാടി തീർക്കും, മാനസികത തെറ്റും. മദ്യമാണെങ്കിൽ അതിന് പിന്നെയും കുറച്ച് സമയം എടുക്കും. കഞ്ചാവാണെങ്കിൽ ചിലപ്പോൾ ഒരു 3 വർഷം എടുക്കുമായിരിക്കും അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക്. കാപ്പി ആണെങ്കിൽ ഇവർ കഞ്ചാവ് അടിക്കുന്ന പോലെ ഇതൊക്കെ അടിക്കുന്ന പോലെ കാപ്പി കുടിക്കുമെന്ന് വിചാരിക്കുക. കുറേ രാവിലെ തൊട്ടിരുന്ന് കാപ്പി പിടിച്ച് അൾസറൊക്കെ ആയിട്ട് അതിന് വേറെ സൈഡ് എഫക്ട്സ് അങ്ങനെയൊക്കെ വരും. ഇത് കിട്ടാതെ വന്നാൽ ചിലപ്പോൾ ഇനി അയാൾ വയലൻ്റ് ആകുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ചാൽ ഇതിൻ്റെ മറ്റേ ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ ഏരിയ അവർ ഒഴിവാക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അടിക്കാതെയും ഇതേ പ്രശ്നങ്ങളിലൂടെ നടക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ റിയൽ ആയിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്താണ്. അപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് ഏരിയയിൽ ആൾക്കാർ ഒട്ടും ശ്രദ്ധിക്കാതെ, ഇപ്പോൾ കൊച്ചു കുട്ടികൾ വളർന്നു വരുന്നവരെ പോലും ശ്രദ്ധിക്കാതെ ഇവരൊക്കെ ഒരു പരിവായി ഇതിൻ്റെ അങ്ങേ എക്സ്ട്രീം എത്തുമ്പോഴാണ്
അറിഞ്ഞതെന്ന് പറയുന്ന പോലെ ആളുകൾക്ക്. ഇവിടുത്തെ സാധാരണക്കാർക്ക് ഒരാൾക്കും മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സാധനവും ഇന്ന് വരെ ഒരു മീഡിയയിലോ അല്ലെങ്കിൽ ഒരിടത്തും ഡിസ്കഷൻ കാണുന്നില്ല, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ സ്കൂളുകളിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഇടയിൽ നിന്ന് പോലും ഇവർ ഇത് ഈ സാധനമൊക്കെ വരുമ്പോഴേ ഇതുപോലത്തെ ഡ്രഗ്സ് കാണുമ്പോൾ പല രീതി പേരും യൂസ് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാമെങ്കിൽ. പിന്നെ പേരൻസിന് അറിയത്തില്ല ഇവർക്ക് പ്രശ്നമുണ്ടോ, ഇവരെന്തിനും യൂസ് ചെയ്ത് ഇവരുടെ സ്വഭാവം മാറി അവർക്ക് മനസ്സിലാകത്തില്ല, മഴക്കിടുന്നൊന്നും കണ്ടാൽ അവർ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഇതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഏത് സാധനമാണെങ്കിലും താൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് മാറുന്നതും സ്വന്തം കാര്യങ്ങൾ നടത്താൻ പറ്റാതെ വരുന്നതും ഒക്കെയാണ് പ്രശ്നം. അത് മെൻ്റലി വീക്കായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സൈക്കാട്രിക് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് അല്ലാതെ തന്നെ ഉണ്ട്. അത് ഡ്രഗ്സ് അടിച്ചാൽ ആ രീതിയിലേക്ക് സൈക്കാട്രിക് ആവാനും പറ്റും. അപ്പോൾ ഇതിനകത്തുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് കുറച്ച് പേര് മാത്രം ഇത്ര കൂടുതൽ അടിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് പേര് മാത്രം എന്തുകൊണ്ട് ഇതിനകത്തെല്ലാം അഭയം പ്രാപിക്കുന്നു? എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ ഈ സാധനത്തിലോട്ട് കൂടുതൽ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ആ ആളുടെ ഒരു മെൻ്റൽ ഇത് വെച്ചിട്ട് അയാൾ നോർമലി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ബെറ്റർ സിറ്റുവേഷനിലേക്ക് പോകുന്നെന്ന് ആദ്യം തോന്നും. അയാൾക്ക് റിലീഫ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് കുറച്ച് സന്തോഷം വരുന്നുണ്ട്. ഈ എന്താ പറയുക, ഇപ്പോൾ ഡിപ്രഷനുള്ള ഒരാൾ അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഇങ്ങനെ എന്താ പറയുക ഡള്ളായിട്ടിരിക്കുന്നൊരു മനുഷ്യന് ചിലപ്പോൾ ഇങ്ങനത്തെ സാധനം കഴിച്ച് കഴിയുമ്പോൾ, മദ്യം കഴിച്ച് കഴിയുമ്പോൾ ഒരു എനർജി ഇങ്ങോട്ട് വന്ന് വാവ് സൂപ്പറാണല്ലോ, ഇതിപ്പോൾ ആൾക്കാരോട് ഇടപെടാൻ പറ്റുന്നുണ്ട്, എല്ലാം ചില്ലായിട്ട് എന്ത് സന്തോഷം എന്നൊക്കെ തോന്നിക്കുമ്പോൾ അങ്ങനെ ഒരാൾ കൂടുതൽ ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട്. അയാൾക്ക് നിരന്തരം ഇത് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ സൊസൈറ്റിയുടെ ഇടപെടാൻ പോലും മദ്യപിച്ചിട്ട് മാത്രം പറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് അയാളുടെ ഒരു പ്രശ്നമാണ്. അത് ആ പറഞ്ഞ ആളുടെ പുറയിലേക്ക് കാര്യങ്ങൾ അന്വേഷിച്ച് ചെയ്യുമ്പോൾ ഇതിനകത്ത് ചൈൽഡ്ഹുഡ് ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ ജനറ്റിക്കലി തന്നെ ചിലപ്പോൾ ചിലർക്ക് മാനസിക നില കിട്ടുന്ന ആൾക്കാരുണ്ട്. എന്തൊക്കെ എത്ര നന്നായിട്ട് വളർത്തിയാലും പോകുന്നവരുണ്ട്. പിന്നെ അതിൽ ഒരു വളരെ കുറച്ച് ശതമാനം ആൾക്കാർ ഇതുപോലെ ക്രിമിനൽ മെൻറ്റാലിറ്റി, വയലൻസിൽ ഇഷ്ടപ്പെടുക, അത് കുറച്ച് കഴിയുമ്പോൾ വരുന്നതാണ്. അപ്പോൾ ഏത് ഡ്രഗ്സ് ഉപയോഗിക്കുന്നിടത്തും പണ്ട് ഇത് കിട്ടാതെ വരുമ്പോൾ ആൾക്കാർ വയലൻ്റായിട്ട് ചെയ്ത കുറേ ക്രൈംസ് ഉണ്ട്. അവർ കഞ്ചാവ് കടത്തുകാരായി മാറും, പുഷേഴ്സ് ആവും, അങ്ങനെയൊക്കെ ആവും. പിന്നെ ചിലപ്പോൾ മറ്റെന്തെങ്കിലും മോഷണം, പിടിച്ചുപറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പണം കണ്ടെത്തി ഡ്രഗ്സ് അടിക്കാൻ പോകും. ഇതെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഇതൊന്നും അല്ല. ഈ MDMAയും LSDയും അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ ഇല്ല, മാർക്കറ്റിലില്ല. ആ സമയത്ത് ഉണ്ടാകുന്നത് ഈ പെത്തഡിൻ, മോർഫിൻ, ഫെനർഗാൻ അല്ല എന്ത് TT എന്ന് പറഞ്ഞിട്ട് ഫെനർഗാൻ മിക്സ് ചെയ്ത് എന്തോ ഒരു ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ ഡ്രഗാണ് ഇത്. കിറ്റാമിൻ ഇങ്ങനെ സാധനങ്ങൾ അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. ഇതൊന്നും നമ്മളാരും ഉപയോഗിച്ചിട്ടൊന്നുമില്ല അന്ന് പഠിക്കുന്ന സമയത്തൊക്കെ. ഇതൊക്കെ ഞങ്ങളെങ്കിലും കിട്ടുന്നുണ്ട്, നമുക്ക് കാണാം. എൻ്റെ കൂട്ടുകാർ ഇത് യൂസ് ചെയ്യുന്നവരുണ്ടാകുന്നു, അവരങ്ങനെ അടിച്ചടിച്ച് നശിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്, ആത്മഹത്യ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത്രയും സിവിയറിറ്റി ശരിക്കും ഈ ഡ്രഗിനില്ല. ഈ MDMA അതിനേക്കാളൊക്കെ കുറച്ചും കൂടി ഗ്രേഡ് കുറഞ്ഞതാണ്. അപ്പോൾ മുമ്പേ ഇവിടെ എന്താ നടന്നുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ പഴയ സിനിമകളൊക്കെ ശ്രദ്ധിച്ചറിയാം. ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കണ്ടാലും ഉടനെ ഒരു സിറിഞ്ച് അപ്പുറത്ത് കിടക്കുന്നു, ഒരു കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ഫോട്ടോ ഒക്കെ എല്ലാം സിറിഞ്ചാണ്. അപ്പോൾ ആ സിറിഞ്ചിനകത്ത് പിന്നെയും പ്രശ്നം ഉണ്ടാകുന്നു. സിറിഞ്ച് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്തിട്ട് HIV പോലത്തെ രോഗങ്ങൾ ഒരുപാട് പേർക്ക് അങ്ങനെ വന്നു, അങ്ങനത്തെ വിക്ടിംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് അടിക്കുന്ന കുറച്ച് പേരെല്ലാം ഇങ്ങനെ അസുഖം ബാധിച്ച് മരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. അതുമല്ല അന്നും ഉണ്ട് പേരൻസിനെയും അല്ലാതെ നാട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ ടൈപ്പ് ഡ്രഗ് അഡിക്ട്സ്. അപ്പോൾ അതുകൂടാതെ അതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ ഇത്രയും കാലയളവിൽ കള്ള് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇപ്പോൾ അവസാനം ഇവൻ ഏതാ ഉപയോഗിച്ചതെന്ന് നോക്കിയിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇവരെല്ലാം ഈ അടിക്കുന്നവരുടെ ഒരു സൈക്കോളജി എനിക്ക് മനസ്സിലായത് ഇവരെല്ലാം എന്തോ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാർ ഇത് കിട്ടിക്കഴിയുമ്പോൾ ഇതിനകത്തോടെ റിലീഫ് പോലെ പോയി അവരതിലും വലിയൊരു പ്രശ്നത്തിലോട്ട് ചാടുക. കാരണം ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബേസിക്കായിട്ടൊരു സാധനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയണ്ടേ അന്തർമുഖനായൊരു മനുഷ്യനാണെങ്കിൽ അതിനെ കുറച്ച് നേരത്തേക്ക് നമ്മളിപ്പോൾ ഞാനൊരു ഇപ്പോൾ എത്ര പറയണ്ടേ ഒരു 100 km/h ഓടുന്ന വണ്ടികളാണ് എല്ലാം എന്ന് വിചാരിക്കുക. അതിനകത്ത് കുറച്ച് വണ്ടികൾ ചിലപ്പോൾ ഒരു 70 km/h പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ എന്തോ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ടായിരിക്കും. പക്ഷേ ഒരു പ്രത്യേക ഒരു ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് 150 km ഓടും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ഓട്ടത്തിനിടയിലേ ആ 150 ഒഴിച്ച് ഓടാം എന്ന് കരുതി ഈ സാധനം ഉപയോഗിച്ചെന്ന് വിചാരിക്കുക. അങ്ങനെ ഉപയോഗിച്ച് ഓടുമ്പോൾ ആദ്യം ഇതൊരു 150 പിടിക്കും. പിന്നെ അതിൻ്റെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു രീതി ഉണ്ടല്ലോ, അത് കുറയുന്നുണ്ട്. അത് കുറയുന്നതിന് കാരണം ഓൾറെഡി ഉണ്ടാകുന്ന ഒരു 80 km/h എന്ന സ്ഥലമല്ലേ, അത് ബാക്കിലോട്ട് പിടിക്കുന്നുണ്ട്. നോർമലി പിന്നെ അയാൾ 50 ഓടത്തുള്ളൂ. അപ്പോൾ പിന്നെയും ഈ മരുന്ന് കൂടി അടിക്കുമ്പോഴാണ് പിന്നെ ഇയാൾക്ക് ഒരു 100 പിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നോർമൽ എന്ന് പറയുന്ന സാധനം 80 കുറഞ്ഞ് 40 വരെയൊക്കെ എത്തും. പിന്നെ ഇത് ഡ്രഗ്സ് അടിച്ചാൽ പോലും മുന്നോട്ട് പോകാതാവും.
അങ്ങനെ വരുമ്പോൾ കൂടുതൽ കൺസംഷനും എല്ലാം വേണ്ടിയിട്ട് ആ നോർമലി ഉണ്ടാകുന്ന ആ സാധനം പോയി ഇവൻ ഒന്നും അടിക്കാതിരുന്ന ചിലപ്പോൾ 0 ആയി പോകും, നെഗറ്റീവ് വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് ഈ കാണുന്നത്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും കുറവുകളോ കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ പരിഹരിക്കേണ്ട രീതി ഇതല്ലെന്നുള്ളത് ഒന്നാമത് ഇവിടെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ പഠിപ്പിക്കാനോ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഒരു മീഡിയയിലോ ഒന്നും നടക്കുന്നില്ല. കേട്ട പാടെ എല്ലാം ഡ്രഗ്സിൻ്റെ വണ്ടയ്ക്ക് വെച്ചെന്നും പറഞ്ഞിട്ട് എല്ലാവരും കൈയൊഴിയുന്നതായി കാണുന്നത്. മറ്റേന്ന് കുറച്ചുകൂടെ പണിയെടുക്കണം. അപ്പോൾ പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കാമെന്ന് മലയാളി എപ്പോഴും അതിനകത്ത് പൊളിയാണ്. അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ആരുടെയും മണ്ടയ്ക്കിട്ടിട്ട് ഇപ്പോൾ കൊച്ചിന് തന്നെ മറ്റേ പറയും കൂട്ടുകെട്ടാന്ന് പറയും. അതുപോലെ വേറെ എവിടെയെങ്കിലൊക്കെ അടിച്ച് ഇട്ട് എൻ്റെ ഭാഗം ക്ലിയറാക്കി തൽക്കാലം ഇന്നത്തെ ദിവസം അങ്ങ് തള്ളി നീക്കി. എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവിടെ ഒരു പെർമനന്റ് സൊല്യൂഷനിലോട്ട് ആരും അന്വേഷിക്കുകയോ ചിന്തിക്കുകയോ. ഇപ്പോൾ റോഡ് കണ്ടീഷൻ ഇങ്ങനെ ആയാലും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴയാണെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെ കള്ളത്തരങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇവിടെയുള്ള മനുഷ്യർക്ക് പൊതുവെ ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല. അല്ലെങ്കിൽ ഇവിടെ ആരും ശ്രമിക്കത്തില്ല. ഇനി വല്ല വിദേശീയർ വന്ന് ഇനി ഇവിടെ ഇടപെട്ട് വല്ല ബ്രിട്ടീഷുകാർ വല്ല ഒന്നുകൊണ്ടൊന്ന് കോളനിയാക്കി ചിലപ്പോൾ ഇന്ത്യ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ കുറേ വീഡിയോസും ലൈക്ക് ഇൻഫ്ലുവൻസർ വീഡിയോസ് അല്ലെങ്കിൽ ട്രോൾസിലൊക്കെ 2K കൊച്ചിനെ കണ്ട് പേടിക്കുന്ന 90s കിഡ്സിനൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ചെകുത്താനാണെങ്കിൽ 90s കിഡ്സ് ആണല്ലോ. അപ്പോൾ അല്ലേ, അപ്പോൾ എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ 2K കിഡ്സിന്റെ ആ ഒരു കുറേ പ്രത്യേകിച്ച് ഒരു പേടിയും തോന്നിയില്ല. അല്ല, കൊറേ പ്രയോഗങ്ങളും അതൊക്കെ അങ്ങനെ കണ്ടു പേടിച്ചത് TP വധക്കേസിലെ പ്രതികളോ അല്ലെങ്കിൽ ഇതേപോലെ കൂടത്തായി ജൂളിയോ പിന്നെ ആകെ ഗ്രീഷ്മയുള്ളൂ കുറച്ചൊരു ന്യൂജനിൽ നിന്ന് വന്നേക്കുന്ന വലിയ പരിപാടി നടത്തിയ ഒരാള്. പിന്നെ ഇവിടെ രാഷ്ട്രീയ കൊലപാതകം നടന്നുകൊണ്ടിരുന്നൊക്കെ ഏത് കാലഘട്ടത്തിലാണ്? പണ്ടൊക്കെ കോളേജിൽ റാഗിങ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ റാഗിങ് വീണ്ടും ട്രെൻഡിങ് ആയി വരുന്നുണ്ട്. അന്ന് ആ റാഗിങ് ഇഷ്ടം പോലെ അവർ മരിച്ചിട്ടുണ്ട്, ഭാവി നശിച്ചിട്ടുണ്ട്, പല കുടുംബങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നടന്നുകൊണ്ടിരുന്ന രാഷ്ട്രീയ കൊലപാതകം സാധനമൊക്കെ വിഷ്വലി ഇങ്ങനെ കാണാൻ പറ്റുക, CCTV പെടുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പേടിക്കും. അത് ഇങ്ങനത്തെ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് പക്ഷേ ഈ 52 വെട്ട് കേസൊക്കെ ഭയങ്കര സീനാണ്. പക്ഷെ അവർക്കൊന്നും അങ്ങനെ പേടിയൊന്നും തോന്നത്തില്ല ഇവരെയൊന്നും കണ്ടു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? ഇവിടെ നേരത്തെ തന്നെ ഇതുപോലത്തെ കാര്യങ്ങളിൽ പെട്ടുപോയവരാ ശരിക്കും പറഞ്ഞാൽ. അവർ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ചില ഇവിടെ എന്തോ മതങ്ങളുണ്ടാക്കിയ പ്രശ്നങ്ങൾ എന്തോരോ ഓണർ കില്ലിങ് നടന്നില്ലേ, അല്ലെങ്കിൽ വർഗീയലകൾ നടന്നില്ലേ, അതിനൊന്നും പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു കമന്റ് വരുന്നില്ല. മതം കാരണമാണ് ഇതെന്ന് പറയാൻ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ലോകം മുഴുവൻ തമ്മിൽ തല്ലിയത് മതം കാരണമാണ്. വലിയ രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം. ഒരു രാജ്യം ഭിന്നിക്കുന്നു, രാജ്യമൊക്കെ ഭിന്നിപ്പിച്ചെന്ന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴേ പാകിസ്ഥാൻ ഇന്ത്യയൊക്കെ ആയില്ലേ. അവിടെ നിന്ന് ഇവിടെ വരെയൊക്കെ അല്ലേ എത്തിയുള്ളൂ. അന്നൊക്കെ അതിൻ്റെ പേരിലാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിലുള്ള അടി എന്തോ അവിടെ കിടന്ന് എത്ര തീവ്രവാദി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ തീവ്രവാദികളൊക്കെ അപ്പോൾ MDMA-കാരാണോ? അല്ല, അവർ പഴയ വല്ലതും ഡ്രഗ്സ് അടിച്ചെന്ന് വേണം നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട്. പിന്നെ ഞാൻ വലിയ OPM, ഹെറോയിൻ, പിന്നെ ബ്രൗൺ ഷുഗർ എന്നൊക്കെ പറഞ്ഞ ഡ്രഗ്സൊക്കെ ഭയങ്കര കൂടിയ സാധനം തന്നെയാണ്. പിന്നെ DMT അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയൊന്നും അങ്ങനെ ഇപ്പം ഇല്ല. ഇതൊന്നും അത്ര പോപ്പുലർ അല്ല നമ്മുടെ. കിറ്റാമിൻ എന്നൊക്കെ പറഞ്ഞാൽ അനസ്തറ്റിക് ഡ്രഗാണ്. മറ്റേത് പെയിൻ കില്ലേഴ്സും അങ്ങനത്തെയൊക്കെയാണ്, സെഡേറ്റീവ്സും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊക്കെ ആൾക്കാർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിന് പുറകെ ഒന്നായിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം വളരെ ഒരു സോഫ്റ്റ് ഡ്രഗിൽ പെടുന്ന സാധനമാണ്. ഇതൊന്നും അടിച്ചാൽ അത്രയ്ക്ക് ഓവറായിട്ട് വയലൻസ് ഉള്ളതായിട്ടൊന്നും എങ്ങും കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. അപ്പം ഇത് റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കാനും പറയുന്നില്ല, റെസ്പോൺസിബിളായിട്ട് ജീവിക്കാൻ ഉദ്ദേശിച്ചാൽ ഈ സാധനം ഒന്നും ആരും ഉപയോഗിക്കത്തില്ല. ഇപ്പം നമ്മളിപ്പോൾ റെസ്പോൺസിബിൾ ഡ്രൈവിംഗ് എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പറന്ന് പോയാൽ ചിലപ്പോൾ ഇടിച്ച് മരിക്കും. അപ്പോൾ അതിനകത്ത് മര്യാദയ്ക്ക് ഓടിക്കാനും അപകടം ഒഴിവാക്കാനും എല്ലാവരും പഠിച്ചിരിക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്കിത് എങ്ങനെയോ അറിയാം. എനിക്ക് ചിലപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ അതില്ലായിരിക്കും. എനിക്ക് ഇതിനോടൊന്നും ഡിപ്പെൻഡൻസി വരത്തില്ല, അല്ലെങ്കിൽ ഇത് കണ്ടോണ്ട് ഇതിനേന്ന് പറഞ്ഞ് പോകേണ്ടി വരത്തില്ല. ഇപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നവരല്ല, നിങ്ങൾ ഇവിടെ MDMA ഉണ്ടെന്ന് അറിയാമല്ലോ, നിങ്ങളെന്താ അടിക്കാത്തത്? നമ്മളെന്താ ഇതിൻ്റെ പുറകെ പോകാത്തത്? ഇതെന്താ ആർക്കും കിട്ടത്തില്ല ഇവിടെ. സ്കൂൾ പിള്ളേർക്ക് കിട്ടുന്നുണ്ട്, എനിക്കൊക്കെ കിട്ടും. സ്കൂളിൽ ഈ സാധനം കിട്ടുന്നുണ്ട്. അത് പിന്നെ എനിക്കെന്താ പാട്, എനിക്കെന്ത് ബുദ്ധിമുട്ടുണ്ട്? എല്ലാവർക്കും കിട്ടും. നമുക്കറിയാവുന്ന ആരും ഇതടിക്കുന്നവരില്ല. ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ഭ്രാന്ത് കാണിച്ച് നടക്കുന്ന ആൾക്കാർ എനിക്ക് സർക്കിളിലില്ല. പണ്ടുണ്ടായിട്ടുണ്ട്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തും അത് കഴിഞ്ഞ് കുറേ കാലമായിട്ട് ബാംഗ്ലൂർ, കോയമ്പത്തൂർ, മംഗളൂരു ഒക്കെ പോകുമ്പോൾ ഇതേപോലത്തെ ഗ്രൂപ്പുകളിൽ പെടുക എന്നല്ല പറയുന്നത്. അവിടെ ചെന്ന് കയറി പലരും അടിക്കുന്നവരായി മാറും. ഞാനും ഇതേ ഗ്രൂപ്പിലൊക്കെ പോയിരുന്നിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ നിന്ന് ഇതേപോലെ തന്നെ റാങ്ക് ഹോൾഡറായ ഒരു പയ്യൻ മോഷണ കേസ് പ്രതിയാകുന്നുണ്ട്. പിന്നീട് ATM നിന്ന് കവർച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാരണം എന്താ? ഈ അടി കാരണം അവന് കാശില്ലാണ്ടാവുന്നു. നല്ല വീട്ടിൽ അപ്പനും അമ്മയൊക്കെ പൈസ കൊടുത്ത് തികയുന്നില്ല.
അപ്പോൾ പഠിക്കാൻ പോയ പല കുട്ടികളും പേരൻസ് ഇല്ലാത്ത സ്ഥലത്ത്, ബാംഗ്ലൂർ പോലത്തെ സ്ഥലത്തെല്ലാം, ബാംഗ്ലൂരോ ഇങ്ങനെയുള്ളിടത്തെല്ലാം പോയി നശിച്ച് തിരിച്ചു വരുന്നു, മാനസിക രോഗികളായി പോകുന്നു, ഭാവി നശിക്കുന്നു. ഇതൊക്കെ എത്ര കൊല്ലങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അന്നും ഡ്രഗ്സിനൊരു ചീത്തപ്പേരുണ്ട്. എപ്പോഴും ഡ്രഗ്സ് കാരണം എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇത് ലോകം മൊത്തം ഇങ്ങനെ ആയിരിക്കണം, ഇത് അടിച്ചവരെല്ലാം ഇങ്ങനെ ആയിരിക്കണം. അങ്ങനല്ലത്. ഇപ്പോൾ ഈ അടുത്ത് ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചത്, ഷഹബാസ്. അപ്പൊ ആ കേസില് അതെ ഇടി ഉണ്ടായിട്ട് മരിച്ചത്. അപ്പൊ ആ കേസില് ഇപ്പൊ ആദ്യത്തെ അക്യൂസ്ഡ് ആയ കുറച്ച് പിള്ളേരെ എക്സാം എഴുതിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ അഖിൽമാരൊക്കെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ കോപ്പി അടിക്കുമ്പോ പരീക്ഷയിൽ കോപ്പി അടിച്ചാൽ എക്സാം എഴുതിക്കത്തില്ല. പക്ഷെ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് സാധാരണ കുട്ടികളെ പോലെ എക്സാം അല്ല. അപ്പൊ അതിനെ പറ്റിട്ട് എന്താ തോന്നുന്നത് ശരിക്ക്? അങ്ങനെയുള്ളവരുടെ കമന്റ് അത്. ഇപ്പൊ ഒരാൾ ഇപ്പൊ ആ ക്രൈമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവര് ഭയങ്കരമായ നീളത്തിലുള്ള പ്ലാനിങ്ങും ഒരാളെ മർഡർ ചെയ്യണമെന്നുള്ള ഭയങ്കര ഉദ്ദേശവും വെച്ചിട്ടൊന്നും വന്നൊന്നുമല്ല. മനസ്സിലായോ? വേറെ തരം വൈരാഗ്യങ്ങൾ വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറെ വർഷങ്ങളെടുത്തൊരു പരിപാടി. അങ്ങനെ വർഷം വേണ്ട എങ്കിൽ പോലും ഇതെന്ന് പറയുന്നത് ഈ പിള്ളേർ തമ്മിലുള്ള വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവരുടെ ഒരു പ്രായത്തിൻ്റെതായ രീതിയിൽ അവരെല്ലാം കൂടിയിട്ട് തല്ലുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. അവർ ചിലപ്പോൾ കൊണ്ടുവന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ അങ്ങനൊരു ക്രിമിനൽ ഇതാകേണ്ട ആവശ്യമൊന്നും അവർക്കില്ല ശരിക്കും. പിന്നെ ആ ഒരു ചോരത്തിളപ്പിൻ്റെ ഇതുകൊണ്ടൊക്കെ ഈ ചില അടികൾ കോളേജുകളിൽ ഉണ്ടായാൽ ചിലപ്പോൾ ഒരു മരണം സംഭവിക്കാം. അടി എവിടെ ഉണ്ടായാലും നമ്മൾ ശ്രദ്ധിക്കണം. ഒരാളെ വെറുതെ അടിക്കുകയോ തല്ലുകയോ ഒന്നും ചെയ്യാതിരിക്കുന്ന ഏറ്റവും നല്ലത്. ചിലപ്പോൾ ഒറ്റ അടിക്ക് ഒരാൾ നമ്മൾ എന്തെങ്കിലും പറ്റിപ്പോയാലോ എന്നുള്ളൊരു സാധനം ഉണ്ടായിരിക്കണം. ഏതൊരടി ഉണ്ടായാലും ചിലപ്പോൾ ഒരാൾ ഡിസേബിൾ ആവാനോ മരിച്ചു പോകാനോ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും മനസ്സിലാകാത്തൊരു പ്രായത്തിൽ ഇവർ തമ്മിലുണ്ടായ പ്രശ്നം അടിയാകുന്നു. അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെക്കാൾ ഉത്തരവാദിത്വം കോളേജിനുണ്ട്, പോലീസിനുണ്ട്, സ്റ്റേറ്റിനുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇവരെ നമുക്ക് അല്ലാതെ കൺസൾട്ട് ചെയ്യേണ്ടി വരുന്നത്. അവരെ കൺസൾട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇതിൻ്റെ ഫെയിലിയർ നിൽക്കുന്ന അവരുടെ തലേ മാത്രമല്ല. അപ്പോൾ അവർ പരീക്ഷ എഴുതിയെന്ന് പറയുക, അവരെ പിന്നെ ഇനി അവരെന്ത് ചെയ്യും? മനസ്സിലായില്ലേ? ഇങ്ങനെ സ്ഥലത്ത് പെട്ടുപോയവരാ. കൂടത്തായി ജോലി എന്ന് പറയുന്നവർ അങ്ങനല്ല. അവരൊരു സീരിയൽ കില്ലർ മോഡലല്ല ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരുടെ ചാറ്റ്സും അങ്ങനെയൊക്കെ അതൊക്കെ ആ സമയത്തുള്ളതാണ്. ഇതിപ്പോൾ ഇവർ കുറേ കൊല്ലങ്ങളായിട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉള്ളവരൊന്നും അല്ല. അത് പ്രത്യേകിച്ച് ആ പ്രായത്തിൽ അറിവില്ലാത്ത ഒരു പ്രായത്തിൽ ഇതേപോലത്തെ സാധനങ്ങൾ ചെയ്യാൻ നമുക്കും ടെൻഡൻസി ഉണ്ട്. പക്ഷേ എന്തോ ചുറ്റുപാട് മോശമായതുകൊണ്ട് ചെയ്യാൻ പറ്റാതെ എനിക്ക് തോന്നുന്നു. അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ നെഞ്ചൊക്കെ വെച്ചിട്ട് നെഞ്ചക്കാവാം, കത്തിയാവാം. നെഞ്ചക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല, ചിലപ്പോൾ കത്തിയായിട്ടായിരിക്കും അവർ പോകുന്നത്. അപ്പൊ ഓൾറെഡി ആ ക്രിമിനൽ മൈൻഡോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. ആ ഒരു ടെൻഡൻസി ഉള്ള ഒരാളല്ല. അപ്പൊ നമ്മളിപ്പോ നോർമലി അവരത്ര നോർമൽ ആയിട്ടുള്ള ആൾക്കാരും അല്ല. അവർക്കൊരു അബ്നോർമാലിറ്റി ഉണ്ട്. അവർക്ക് ആ ആങ്കറും വയലൻസും ഉണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ക്യാമ്പസ് പോലത്തെ സ്ഥലത്ത് പഠിക്കുന്ന കുട്ടികളെ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയതും പേരന്റിങ് ഇഷ്യൂസും ഒക്കെ തന്നെയാണ്. അതിനകത്ത് ഉത്തരവാദിത്വം ഒത്തിരി ഉണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇങ്ങനൊരു സംഭവം നടന്നു പോയി, അവരതിനകത്ത് പശ്ചാത്തപിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ പിന്നീട് ഒരു കാലത്ത് ഇപ്പോൾ 2 വർഷം കഴിയുമ്പോഴത്തേന് ഇവർക്ക് റിഗ്രറ്റ് ഉണ്ടായി ഇതിനകത്ത് ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകും. അത് സംഭവിച്ചു എന്നുള്ള രീതിയിലത്തെ ഒരു സാധനം. അത് ഒരു തല്ലുണ്ടായപ്പോൾ മനസ്സിലായോ? അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ പരിഗണിക്കുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം അവരെ ഇനിയും കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ അവർ ചിലപ്പോൾ നല്ലത് ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. അതാണല്ലോ നമ്മളിപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ജയിൽ പോലത്തെ സ്ഥലത്ത് കൊണ്ടുവരുന്നത്. ഇവിടുത്തെ ജയിൽ സംവിധാനം ശരിയല്ല. കാരണം ജയിലിൽ കൊണ്ടിട്ട് അതിലും വലിയ ക്രിമിനലായിട്ട് ഇങ്ങോട്ട് ഇറക്കുന്നത് അതിൻ്റെ എന്ത് വലിയ ഫെയിലിയറാണ്. ആ സിസ്റ്റം ഫെയിലിയറാണ് മൊത്തത്തിൽ. അതിന് മുന്നേ മറ്റേ സിസ്റ്റം ഫെയിലിയറാണ്, എഡ്യൂക്കേഷൻ സിസ്റ്റം ഫെയിലിയറാണ്, ഇവിടുത്തെ ഫാമിലി സിസ്റ്റം ഫെയിലിയറാണ്. അതിൻ്റെ എല്ലാം ഇരകളാണ് ശരിക്കും ഇങ്ങനെയുള്ളവർ കൂടുതലും. പിന്നെ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആ പക്ക കൊല്ലം തന്നെ ഇറക്കുന്ന തീരെ എമ്പതി ഇല്ലാതായി പോയ ഒരു മാനസിക രോഗിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇവർക്ക്. ഇത് നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ നടന്നുപോയി. അതുകൊണ്ട് അവരെ പരീക്ഷ എഴുതിപ്പിക്കായിരുന്നുകൊണ്ടൊന്നും അതിനൊരു പ്രതിവിധിയല്ലല്ലോ. മനസ്സിലായി? ഇപ്പം നമ്മളിപ്പോൾ ഒരാളൊരു ക്രൈം ചെയ്ത സൗദി നിയമം വേണം, കൈ വെട്ടണം, തല വെട്ടണം, അവിടെ ഇപ്പോഴും തല വെട്ടിക്കൊണ്ടിരിക്കുക. അതൊന്നും നിക്കത്തൊന്നുമില്ല. പിന്നെ ചെറിയൊരു പേടി വേണം. ഇവർക്ക് പേടി കുറവാണ്, നിയമത്തിന് പേടി കുറവാണ്, ഒന്നും ചെയ്യത്തില്ല, ഒന്നും നടക്കത്തില്ല എന്നൊക്കെ അവർ പറയുന്നത്. കേസൊക്കെ തള്ളി പോകുന്നത് ഇത് എവിടെ നിന്ന് പഠിച്ചതെന്നൊന്നും അറിയത്തില്ല. ഞാൻ അത്രയും മണ്ടത്തരങ്ങളൊക്കെ ഇവർ പഠിക്കുന്നുണ്ട് ഇവിടെ നിന്ന്. എന്നാൽ വേണ്ടത് പഠിക്കുന്നുമില്ല. അവരെന്തെല്ലാം വേറെ പഠിക്കാന്ന്. ഒരു മനുഷ്യനെ ഉപദ്രവിച്ച് കൊല്ലുന്നതിനകത്ത് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു പേരൻസ് ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുന്നതൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ആ മനുഷ്യനുണ്ടാകുന്ന വേദന അവർക്ക് പിടികിട്ടുന്നില്ല. അയാൾക്കൊരു ഭാവിയുണ്ട്, അയാൾക്കും സന്തോഷം ജീവിക്കേണ്ടതെന്ന് ചിന്തിക്കുന്നില്ല. അതൊന്നും അവർക്ക് അറിയത്തില്ല. ഒരു എന്താ പറയണ്ടേ, ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഭയങ്കരമായ സെൽഫിഷ്നെസ് വരും. പിന്നെ കൂടാതെ എനിക്ക് മാത്രം മതി, എനിക്കെല്ലാം വേണമെന്നുള്ളത് സാധനം എല്ലാവരും പഠിപ്പിക്കുന്നു.
നമ്മളങ്ങ് രക്ഷപ്പെടണം, നന്നാവണം, അത് കാശുണ്ടാക്കണം, നന്നാവണമെന്നല്ല പറയുന്നത്, കാശുണ്ടാക്കണമെന്ന് പറയുന്നത്. നല്ല രീതിയിൽ ജീവിക്കണമെന്നോ ഒന്നും അല്ല ആരും പഠിപ്പിക്കുന്നത്. ഒത്തിരി പൈസ അങ്ങ് ഉണ്ടാക്കിക്കോ, എങ്ങനെയൊരു എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പരീക്ഷ ജയിക്കണം, കോപ്പി അടിച്ചിട്ടാണ് എന്നൊക്കെ ഉള്ള രീതിയിലാണ്. എങ്ങനെ കാശുണ്ടാക്കിയവനെ കണ്ടാലും ഉടനെ ആൾക്കാർക്ക് സന്തോഷമാണ്. അവൻ എന്ത് ചെയ്തിട്ട് കാശുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ സമൂഹത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവന് സൂപ്പറാന്ന് പറഞ്ഞ് ഇത് കണ്ടില്ലേ, ബാഗെടുക്കുമ്പോൾ ഇങ്ങനെ ഓച്ചാനിരിക്കുന്ന പോലീസിനെയൊക്കെ നമ്മൾ കാണുന്നില്ല. അതൊക്കെയാണ് ഇവിടുത്തെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന തെറ്റുകൾ. അതൊക്കെ കണ്ട് പിള്ളേരൊക്കെ കാണുമല്ലോ, ഒരുത്തരം വീട്ടിൽ കയറി തോക്കുമായിട്ട് ഇടിച്ചിട്ട് ബാലചേട്ട സൂപ്പർ. അതുപോലെ പോലീസുകാരെ കണ്ടില്ലേ, അവരാണെങ്കിലും അയാളെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ നിൽക്കുന്നത്. അല്ല ഇത് വീട്ടിൽ തോക്കുകൊണ്ട് കയറിയ എന്താ, അപ്പോൾ തോക്കുകൊണ്ടേ കയറാം, വേണം വെടിവെച്ചു കൊല്ലാം. അതൊക്കെ നേരത്തെ തന്നെ ഇവിടെ പോലീസുകാരടക്കമുള്ളവർ ഈ കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഏതെല്ലാം കേസ് പ്രതി ആയാലും ഒരു ഹീറോ പോലെ ആൾക്കാർ ഇറങ്ങിയത്. ഒരാളെ തല്ലി കൊന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നൊരു പേടി ഉണ്ടാക്കും, പിന്നെ അയാളൊരു ആരാധന ഉണ്ടാക്കും. അത് നിങ്ങൾക്ക് ഈ നാട്ടിലുള്ള മറ്റ് ക്രൈം ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പ്രൊഫൈൽസോ വല്ലതും ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് വരുന്ന ഫാൻസ് കണ്ടാൽ അറിയാം. മനസ്സിലായല്ലേ? അപ്പോൾ ഇവിടുത്തെ കൊട്ടേഷൻ ടീമുകൾക്കൊക്കെ പേജുകൾ പ്രൊഫൈൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടാവും. അവർ ചെയ്തേക്കുന്നത് ക്രൈമൊക്കെ ആയിരിക്കും. മനസ്സിലായി? അതായത് 2-3 കൊല നടത്തിയതിനുള്ള ആരാധന തോന്നുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞില്ല, ഈ കൊല നടത്തിയത് കൊണ്ട് അയാളങ്ങ് തീർത്തും വില്ലനാവുന്നൊന്നുമില്ല. ചില സാഹചര്യങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്, അതിനകത്ത് അങ്ങനെ സംഭവിക്കാനുണ്ടായ സാഹചര്യം ഇവിടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെ പ്രോപ്പറായിട്ടല്ല ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അവരെ ജയിലിൽ കൊണ്ടിട്ട് അതിലും വലിയ കുറേ ആൾക്കാരുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിനകത്തിട്ട് പീഡിപ്പിച്ചിട്ട് പുറത്തിറക്കി സമൂഹത്തിനുള്ള അതിൽ കൂടുതൽ വിരോധമുള്ള ആളുകളാക്കി മാറ്റുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിനകത്തൊന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പരീക്ഷ എഴുതിക്കായിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വേറെ നല്ല ജീവിതം വരുത്തണം. സംഭവിച്ചെന്നുള്ള കാര്യം ശരിയാണ്. പിന്നെ അതിനോടൊപ്പം ഇത് നടക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുകൂടെ ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അത് പരീക്ഷ എഴുതിക്കാതിരുന്ന ഇത് നടക്കാതിരിക്കത്തില്ല. മനസ്സിലായി? പരീക്ഷ എഴുതുന്നതോ അല്ല അവര് അല്ല, നോർമലി എല്ലാ സ്റ്റുഡൻസും ഇപ്പൊ പരീക്ഷ എഴുതുന്ന പോലെ നോർമലി കൊണ്ട് എഴുതിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കൂടുതലും ക്രിറ്റിസിസം വന്നത്. ഇവരെ പരീക്ഷ എഴുതിപ്പിക്കുന്നില്ലെന്ന് വിചാരിക്കും. അവര് കൊണ്ട് ആകെ തടച്ചിട്ട് ഇവരെ ആരാ എഴുതിയിട്ട് പോറ്റുന്നത്? അവർ പിന്നെന്താവും? അവർ അതിലും വലിയൊരു മോശക്കാരാവണം എന്നുള്ള ഉദ്ദേശത്തിൽ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ഇവരെ പരീക്ഷ എഴുതിപ്പിക്കാതിരിക്കണം എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ചെയ്തതൊരിക്കലും ശരിയാകത്തില്ല. സംഭവിച്ചും പോയി. ഇതിന് ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞ പോലെ പല സ്ഥലത്തുണ്ട്. ആ വീഴ്ചകളെല്ലാം നമ്മൾ അവഗണിക്കണം. എന്നിട്ട് ഇവരെ കൊണ്ട് തലവെട്ടി കൊല്ലുവോ എന്തിനും ചെയ്യുമ്പോൾ കണ്ടിരിക്കുന്നവർക്ക് സന്തോഷം. പിന്നെ അവരുടെ മറ്റേ ആ പേരൻസും അവരുടെ ബന്ധുക്കളും അവരുടെ സുഹൃത്തുക്കളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇവരെ ശിക്ഷിക്കണമെന്നുണ്ടാവും. പക്ഷെ എന്നൊന്നും കൊല്ലണമെന്നും അല്ലെങ്കിൽ ഭാവി മുഴുവൻ അങ്ങ് തകർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലായി? ഈ പിള്ളേർക്ക് തന്നെ വേണേൽ ഇവരെ സഹായിക്കാൻ പറ്റുന്നവരായിരിക്കും. നമ്മൾ അത്രയും നല്ലൊരു രീതിയിൽ ആ സൊസൈറ്റി ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നടക്കാതിരിക്കാൻ നോക്കുകയും വേണം. പിന്നെ അതോ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ റീഹാബ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഏരിയയാണ് ഈ ജയിലും അങ്ങനത്തെ ശിക്ഷയെന്ന് പറയാൻ പറ്റത്തില്ല. അത് റീഹാബിലിറ്റേഷനാണ്. അത് പ്രോസസ്സ് തെറ്റാണ് ഇവിടുത്തെ. അവർ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നില്ല, അതിന് പകരം അവരെ കൂടുതൽ പീഡിപ്പിക്കും. അങ്ങനെ കൂടുതൽ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു നന്നാകത്തൊന്നുമില്ല. കൂടുതൽ പീഡിപ്പിച്ചാൽ പേടി മാറുകയാണ് ചെയ്യുന്നത് കൂടുതലായിട്ട്. അപ്പോൾ ചിലപ്പോൾ അടുത്ത ചെയ്യാൻ പറ്റും അവർക്ക്. അങ്ങനെയല്ല വരണ്ട. അവർ തിരിച്ചു വന്നാൽ സമൂഹത്തിന് ഗുണമുള്ളവരായിട്ട് മാറ്റാനുള്ള സാധനമാണ് ചെയ്യുന്നത്. അതിനകത്ത് ഇവരെ പരീക്ഷ എഴുതിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല. പരീക്ഷ എഴുതാതിരുന്നാൽ ഇവർ പിന്നെ എന്ത് ചെയ്യും? പിന്നെ ആജീവനാന്താരം ഇവരെ സ്റ്റേറ്റ് പോറ്റു പോകും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർ നന്നായിട്ട് ചോദിച്ചാൽ അതിന് ആ രീതിക്ക്, മനസ്സിലായല്ലേ? അതിന് വേണ്ടി അത്രയും ചെയ്യണം. എനിക്കങ്ങനെ അവരെ പരീക്ഷ എഴുതാതിരിക്കണമെന്നൊരു അഭിപ്രായമില്ല. അല്ലെ അവർ നാളെ നല്ല രീതിയിൽ ജീവിക്കരുതെന്നൊരു അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ എനിക്ക് പറ്റിയാൽ അതൊക്കെ ചെയ്യാനുള്ളൂ. കാരണം ഈ നാട്ടിലാണ് ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ കാണിച്ചു കൂട്ടുന്ന എല്ലാം ഇതുപോലത്തെ ആൾക്കാരെ ഗ്ലോറിഫൈ ചെയ്യലും അല്ലെങ്കിൽ എന്ത് പീഡിപ്പിച്ചാലും കുഴപ്പമില്ല. കണ്ടില്ലേ, ഒരു പെൺകൊച്ചിരുന്ന് കരഞ്ഞു പോയി വീഡിയോ ഇടുന്നു, നാട്ടുകാർ മൊത്തം കണ്ട് രസിക്കുന്നു. അതിനകത്ത് പോലും സാഡിസ്റ്റായിട്ടുള്ള ആൾക്കാർ പോയി അവരെ പീഡിപ്പിച്ച് രസിക്കുന്നു. അവർ കരയുന്ന കാണുമ്പോൾ സന്തോഷിക്കുന്നു. ഇതൊക്കെ ഇവിടെ കാണുന്നത്. അപ്പോൾ അതിനിടയിൽ ഈ പിള്ളേർ വഴി തെറ്റി പോകുന്നതിനകത്ത് ഡ്രഗ്സിനും മാർക്കോയ്ക്കും ഒക്കെ പങ്കെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ പങ്ക് പോലീസിനുണ്ടെന്ന് പറയും. കാരണം നമ്മുടെ ഒറ്റ എക്സാമ്പിൾ മതി. മനസ്സിലായോ? അതുപോലുള്ളവനെ ഇവിടെ ഇത്ര അതിക്രമം കാണിച്ചപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മീഡിയ അടക്കം പലരും തിരിച്ചും മറിച്ചും പറഞ്ഞ് അവനെക്കുറിച്ച് എന്താ പറയണ്ടേ, ചെറുത്താനെപ്പോലെ ഒരാൾക്ക് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവൻ അത് തന്നെ വരണം എന്നുള്ള പോലത്തെ സാധനങ്ങൾ അടിച്ചു വിടുക. അത് അതേ സമയത്ത് ഇത്രയും വലിയൊരു പണി കാണിച്ചവനെ ജസ്റ്റിഫൈ ചെയ്ത് അങ്ങനെ കാണിച്ച് ഇങ്ങനെ ആവാം, വീട് കയറി ആക്രമിക്കുകയോ വെടിവെച്ച് കൊല്ലുവോ എന്ത് വേണേലും ആകാമെന്നുള്ളൊരു സാധനം അവിടെ ഉണ്ടല്ലോ. അത് എന്താ പറയുക, ഡയറക്റ്റ്ലി ഇല്ലെങ്കിലും അതിനകത്തൊരു ഹിഡൻ സാധനമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പിള്ളേർ കാണുന്നത് പഠിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ ഇവർ ശരിയാവാനാ?